സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ വെടി വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെല്ലുക. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. എത്രയുടെ ബോട്ടേ കയറുന്നത്? ഓക്കെ, അടുത്തത്. ഹലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഏലപ്പാറയിലാണേ. ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണ് പോകാൻ വേണ്ടി വന്നിരിക്കുന്ന ഇവിടെ ബോർഡുണ്ട്. കുട്ടിക്കാനം നേരെ പോവുക, വാഗമണ്ണ് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോവുക. അപ്പം ഇത് ഏലപ്പാറ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാകത്തില്ല, ഒരു ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ടാവും. KSRTC ആണ് വാഗമൺ. ഇതിപ്പം മൂലമറ്റം, തൊടുപുഴ, വാഗമൺ, ഏലപ്പാറ അങ്ങനെ പോകുന്ന വണ്ടിയാണ്. അപ്പം ഈ ബസ്സിന് കയറി നമുക്ക് വാഗമണ്ണിന് പോകാം. അപ്പോൾ ഇനി വാഗമണ്ണി എന്നിട്ട് കാണാം. വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളതേ വാഗമണ്ണ് വന്നേക്കാണ്. വാഗമണ്ണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അതിൻ്റെ കവാടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിനി ഉള്ളിലോട്ട് പോകണം. എന്താണേലും ഒരു കിലോമീറ്റർ അല്ല, ഒരു 2 കിലോമീറ്റർ നടന്നു പോകാനുള്ള ദൂരം ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ നമുക്കിനി മുമ്പോട്ട് പോകാം. ഒരു സെക്ഷനിൽ, അതായത് പാരച്യൂട്ട് ഗ്ലൈഡിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഇതുണ്ടോ, ഇപ്പം ഈ ഹിന്ദിക്കാരാണ്, തമിഴാണോ, മലയാളികളാണെന്ന് എനിക്കറിയത്തില്ല. അവരിപ്പം ആ പാരച്യൂട്ട് പറത്താൻ പോവാം. അപ്പം നമുക്ക് അവർക്ക് ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കുറച്ച് മാറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. എന്ന് പറയാം, ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകണം. അപ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റർബും ഇല്ലാതെ നമ്മൾ നൈസായിട്ട് വീഡിയോ എടുക്കുക. അത് വീണ്ടും ഇപ്പോൾ പറക്കാൻ തുടങ്ങി. ഇതുണ്ട് ആടി നൈസ്. സത്യം പറഞ്ഞാൽ ഒരു ബ്ലാസ്റ്റിക് എന്ന് വേണേൽ പറയാം. അതായത് ഒരു നൈസ്. നോക്കണ്ട, അതിൻ്റെ പുറകെ ഒന്ന് പോവാം. അങ്ങോട്ട് പോയാൽ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും കേട്ടോ. അങ്ങോട്ട് ഒരെണ്ണം പോയത് എവിടെയാണ് ഞാൻ കണ്ടില്ല. അത് അങ്ങ് മേളിൽ അത്രയും പൊക്കത്തിലത് പോയി. അയ്യോ, എന്നാ ഹൈറ്റിലാണ് അത് പോയേക്കുന്നല്ലേ. അവൻ മുമ്പേ പോയിട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ച് കാറ്റടിച്ചിട്ട് പോയ ആളാണ്. ഞാൻ ഈ പ്രാവശ്യം വന്ന് ഇറങ്ങും. ഉണ്ടോ ഉണ്ടോ നൈസായിട്ട് വന്ന് ലാൻഡ് ചെയ്തു. അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവരെ സമ്മതിച്ചു കൊടുക്കണം. ഇതിൻ്റെ പുറകിൽ അത്രയും ഹൈറ്റ് ഇത്രയും ഹൈറ്റ് പറന്ന് ഒരു ചുറ്റി കറങ്ങി ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. നൈസ്. അപ്പോൾ അതെ, അടുത്തത് പറക്കുക. ഒരെണ്ണം ലാൻഡ് ചെയ്തപ്പം അടുത്തത് പോകുന്നു. താഴോട്ടാണ് പോകുന്നത്. അത് പൊങ്ങി വരും. ഇത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ബഡ്ജറ്റില്ല. അവിടുത്തെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് മൊത്തം തീരും. അപ്പോൾ നമുക്ക് ഒരു തവണ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു റൈഡിലും കയറുന്നില്ല. റൈഡുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ഇത് മാത്രമേ ഞാൻ ഇതിൻ്റെ അത് കാണിക്കുന്നുള്ളൂ. കാരണം നമ്മൾ റൈഡിൽ കയറി മൊത്തം കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും തീരും. അതുകൊണ്ട് റൈഡിലൊന്നുമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ എൻട്രി പാസ് കൊടുക്കുന്നുണ്ട്, ക്യാമറ വീഡിയോ എടുക്കുന്നിടത്ത് വീഡിയോ എടുക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഒന്നിലും കയറുന്നില്ല, റൈഡിൽ കയറുന്നില്ല.
ഇതിപ്പം ഞാൻ പോകുന്നത് റൈഡൊന്നുമല്ല, ഒരു അത്യാവശ്യം ഹൈറ്റിൽ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ബിൽഡിങ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. ബിൽഡിങ് അല്ല, എന്തോ ഒരു സാധനം. അപ്പം അതിൻ്റെ മേളിൽ നമുക്കൊന്ന് കയറാം. ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോഴേ എങ്ങനെയുണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലോ. ആ പാരച്യൂട്ടൊക്കെ പറക്കുന്നതൊക്കെ വേറൊരു രീതി കാണാം. അപ്പോൾ നമുക്ക് മേളിൽ ചെല്ലാം. കണ്ടോ പാരച്യൂട്ട് പറന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ്. ഈ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാവ്, സൂപ്പർ, അടിപൊളിയല്ലേ. ഈ താഴെ കാണുന്നത് നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കൂട്ടിക്കൽ, ഏന്തയാറ് അങ്ങനെയുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ കാണുന്ന ഏരിയയായി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ. അതുകൊണ്ട് ആ ബിൽഡിംഗ് ഉണ്ടോ, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ഏരിയ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ വെടി വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെല്ലുക. അപ്പം അത് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് നൈസ് അതുകൊണ്ടോ, ഇതൊരു പാർക്ക് പോലെയാണ്. അങ്ങോട്ട് പോകാൻ പറ്റും, പക്ഷെങ്കിൽ അകത്ത് ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു വരുമ്പോൾ ഇതൊരു പാർക്കിംഗ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ ഗെയിം കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ള അതുണ്ടോ, ആ കാണുന്നത്. ഇതുവഴിയൊക്കെ കയറി എല്ലാം നടക്കാം. ഇവിടെ ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് കൊള്ളാം, അടിപൊളിയാണ്. ഇതിനകത്ത് ഞാൻ നൈസായിട്ട് കയറിയതാണ്. ചിലപ്പോൾ അവർ തിരിച്ച് വിളിക്കും. തിരിച്ച് വിളിക്കുന്നത് വരെ നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ തിരിച്ച് വിളിക്കും. പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് നൈസ് ആയതുണ്ടോ. ഇതിലേക്ക് കയറി അങ്ങോട്ട് പോവാം. ഇതെല്ലാം ഒരു ചെറിയ അഡ്വഞ്ചർ പാർക്ക്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കിഡ്സ്. അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒന്ന് കയറാം അല്ലേ. ഇതൊരു കൊച്ചു പാലം, അതിൻ്റെ വലിയ പാലം, അതിൻ്റെ വലിയ പാലം, അതിൻ്റെയും വലിയ പാലം. അപ്പോൾ നമുക്ക് വലിയ പാലത്തിൽ തന്നെ ഒന്ന് കയറാം. ഇത് പാലമാണിത്, എന്നെ ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു കയറിപ്പോവാമെന്ന് എനിക്കറിയത്തില്ല. അയ്യോ അമ്മേ, നൈസ്. ഇത് കൊള്ളാം കേട്ടോ, സൂപ്പറാ, കൊള്ളാം, അടിപൊളി. അതായത് ഇപ്പം ഞാനത് ഒരു വലിയൊരു ഹൈറ്റായി കുലുങ്ങുന്നുണ്ട് കേട്ടോ. വാവ്. അപ്പം അതാണ് നമ്മൾ വന്ന കിഡ്സിൻ്റെ പാർക്ക്. ഇത് എങ്ങനെയുണ്ട്? അതൊരു ചെറിയ ബോട്ടിങ്ങിനുള്ളൊരു ലേക്കാണ്. കൊള്ളാം അല്ലേ. താഴോട്ട് നോക്കി, വലിയ താഴ്ചയൊന്നുമില്ല. ലേക്ക് എന്താണേലും കണ്ടില്ലായിരുന്നു, കാണാൻ പറ്റി. ഇതുവഴി നമുക്ക് അങ്ങോട്ട് കയറാം. ഇതൊരു ഓഫ് റോഡ് എൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്, റൗണ്ട് അപ്പ്. ഇതാണ് ഓഫ് റോഡ്. ഇതിന് അവിടെ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. പക്ഷെ അവിടെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ കുറച്ച് കാഴ്ചകൾ ഇതിൻ്റെ താഴെയുണ്ട്. അതാണ് മെയിൻ. അതായത് കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലിൻ്റെ സെറ്റപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊരു സൈക്ലിങ് പോലൊരു സാധനമുണ്ട്. അതിൻ്റെ മേളിൽ കയറിയിട്ട് താഴോട്ട് ചാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അല്ലേ.
ഇത് സൈക്ലിംഗ് ആണ്. അതിവിടുന്ന് നേരെ അവിടെ വരെ പോകും. ഇതിലൊക്കെ കയറുന്നതാണ് അതിൻ്റെ ഒരു രസം. പക്ഷേങ്കിൽ നമ്മൾ അത്രയും അടുത്തുനിന്ന് ഫോക്കസ് ചെയ്ത് കാണുമ്പോഴും നമുക്ക് അതിൻ്റെ രസം കിട്ടുന്നുണ്ട് എന്നുള്ള. കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള അതിലോട്ട് പോകാം. ഊഞ്ഞാലയിൽ നിന്ന് വിടുമ്പോൾ ഉള്ളതാണ്. പേടിച്ചു പോയി, സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ഇത് അത്ര സേഫ്റ്റി അല്ല, പണി കിട്ടും. കൊള്ളാം. എന്നാലും അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയായിരുന്നു. ഇത് കൂടുതൽ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും അകലെ നിന്നാണ് കാണുന്നത്. അപ്പം ഇതാണ് ആ ഊഞ്ഞാൽ സെറ്റപ്പ്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത അഡ്വഞ്ചർ സെക്ഷനിലോട്ട് പോകാം. ഇവിടെ തന്നെ 2 റൈഡിങ് ഉണ്ട്. ഇത് റോക്കറ്റ് ഇജക്ടർ, പിന്നെ അതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടെ നേരെ നമ്മളെ ഒറ്റ വിടിയിലാണ് വിടുന്നത്. അത് താഴെ ഒരു മെത്ത പോലെ ഒരു സാധനമുണ്ട്, അവിടത്തിലോട്ട് വന്ന് വീഴും. പിന്നെ ആ വിടുന്ന സൈക്ലിങ്ങിൻ്റെ എൻഡിങ് ഇതിൻ്റെ മേളിലാണ്. നമുക്ക് ആ ഒരു സൈക്ലിങ് അങ്ങോട്ടൊരെണ്ണം പോയിട്ടുണ്ട്. അത് തിരിച്ച് വരുന്നത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതാണ് ആ സൈക്ലിങ്. അത് നേരെ വന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. പൂർണ്ണം വരുവേ. വന്നു. അത് നേരെ ഇങ്ങോട്ട് പോകും. ഇവിടുന്ന് നോക്കിയാലും നൈസ് ഒരു വ്യൂ കാണാം താഴെ. നമ്മളത് അതിൻ്റെ മുകളിലാണ് മുമ്പേ കയറിയത്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ എൻട്രി ആണെങ്കിൽ പ്രശ്നം. ഈ വഴി ഓപ്പണാണല്ലേ, ഇതുവഴി ഒന്ന് പോയി നോക്കിയാലോ, അവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന്. ഗോ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അതായത് അങ്ങോട്ട് അടുത്തോട്ട് പോവാം, പക്ഷെ അടുത്തോട്ട് പോയാൽ നമുക്ക് അതെങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. അടുത്തോട്ട് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. വേണ്ട, അടുത്ത് പോയിട്ടും കാര്യമില്ല, നമുക്ക് എൻ്റെ വ്യൂ മനസ്സിലാകത്തില്ല. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് മറ്റേ ഊഞ്ഞാൽ ആണ്ടേ അടുത്തത് സെറ്റായി നിർത്തുവാണേ. അപ്പോൾ അഴിച്ചുവിടും. കിട്ടോ പറ്റേ അത് പേടിച്ചു പോയി. ഓക്കെ, അടുത്തത് സൈക്ലിംഗ് ആണോ. അതായത് അവിടെ നിന്ന് സൈക്കിൾ കയറി ഇവിടെ എത്തും. അത് കൊള്ളാം അല്ലേ, നൈസ്. ഇതിലൊക്കെ കയറണം, കയറിയാതില്ലേ അതിൻ്റെ ഒരു മനസ്സിലാകത്തുള്ളൂ. പക്ഷേങ്കിൽ കയറേണ്ട ആവശ്യമില്ല, കയറാതെ തന്നെ നമ്മൾ ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ മേളിൽ കിടക്കുന്ന റോപ്പയിലാണ് അത് പോകുന്നത്. സൈക്കിൾ ചെയ്യുമ്പോൾ ചവിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവരും ആടി കഴിഞ്ഞു. ഇതിനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകും കേട്ടോ, നേരെ അവിടെ ചെല്ലും. അപ്പോൾ നമുക്ക് ഇനി ബാലൻസ് എന്തെങ്കിലും കാണാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. ഇതുണ്ടോ ടോയ് കാറില്ലേ, അവിടെ 2 ഉണ്ട്. ഇതൊക്കെ സെറ്റായി വരുന്നുള്ളൂ, സീസൺ ആയില്ല. അതോ സീസൺ കഴിഞ്ഞാണോ എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് അടുത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതും അതുപോലെ തന്നെ ഓരോരോ ഗെയിമുകളാണ്. ഇതൊരു മാജിക് കാർപ്പറ്റ്, അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ. ഇവിടെ ഒരു ചെറിയ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ അത് വലുതായിട്ട് കാണിക്കുന്നില്ല. പണി കിട്ടും, കാരണം ശരിയാവില്ല.
ഇത് VR ഒക്കാടി. ഇതിൻ്റെ ഉള്ളിൽ നൈസ് കുറേ പരിപാടികളാണെന്ന് തോന്നുന്നു. അത് നമ്മൾ കയറിയ പാലം. എത്രയുടെ ബോട്ടേ കയറുന്നത്? പെഡൽ ബോട്ട് 400. ഇതല്ലേ ആ പറയുന്നത് ചവിട്ടി ചവിട്ടി പോകുന്നത്? വേറെ വെറൈറ്റികൾ കിടപ്പുണ്ട്. ഇതുണ്ടോ? ഇതാ പെഡൽ ബോട്ട് എന്ന് പറയുന്നത്. ഇത് മറ്റേ കയാക്ക് എന്ന് പറയുന്നല്ലേ ഏട്ടാ? ഇത് ഡബിൾ അല്ലേ? ഇത് സിംഗിള്. ഇത് ഈ സാധനം ബോട്ടിങ് ഒക്കെ കയറാൻ പറ്റുന്നവർക്കും വാഗമണ് വന്നാൽ ബോട്ടിങ്ങും ചെയ്യാം. അടിപൊളിയാണ്. ഇത് നൈസാണ്. വലിയൊരു തടാകം പോലെ. അപ്പോൾ ബോട്ടിങ് മറക്കണ്ട. അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ നിന്ന് നേരെ വെളിയിൽ വന്നു. അഡ്വഞ്ചർ പാർക്ക് ഇടുക്കി. അപ്പോൾ നമ്മളങ്ങനെ വെളിയിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറിയാണ് പോകേണ്ടത്. നമ്മൾ ബസ് യാത്രയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. KSRTC അത് മറക്കില്ല. KSRTCയിലാണ് നമ്മൾ കൂടുതൽ യാത്രയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.